ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 12-13 വചനങ്ങൾ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ നീക്കുവഴിയും ഉണ്ടാക്കും എന്നുള്ളതായ വാക്യങ്ങളാണ്. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഓരോ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെയും ജീവിതത്തിനകത്ത് നിൽപ്പാനായിട്ട് കഴിയാത്ത തലത്തിൽ, തകർന്നു പോകുവാൻ സാധ്യതയുള്ള തലത്തിലുള്ള അനവധി പ്രശ്നങ്ങൾ കടന്നു വരാമെന്നും നിരവധി പരീക്ഷകളും പരിശോധനകളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിനകത്ത് കടന്നു വരാമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ പരിശോധനകളിലോ പരീക്ഷകളിലോ ഒന്നും നാം ക്ഷീണിച്ച് തകർന്നു പോകാതിരിക്കേണ്ടതിന് വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും ആ ദൈവം നമുക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും തരാതെ നമുക്ക് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ തന്നെ അതിന് പോക്കുവഴി കൂടി തന്ന് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ വിളിച്ച ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും ജീവിതത്തിൻ്റെ നന്മയുടെയും തിന്മയുടെയും ഉയർച്ചയുടെയും താഴ്ചയുടെയും രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃപയ്ക്കകത്ത് നിലനിൽപ്പാൻ കഴിയുകയുള്ളെന്നും ആ ചിന്തകളിൽ നിന്ന് നമ്മെ മാറ്റി നമ്മെ കൃപയിൽ നിന്ന് വീഴ്ച കളയുവാനായിട്ടൊരുങ്ങുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കൃപയ്ക്കകത്ത് നിൽപ്പാൻ കഴിയുകയുള്ളെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിങ്കിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുക, നമ്മെ വീഴിച്ച് കളയുക എന്നുള്ള ലക്ഷ്യമാണ് അവനുള്ളതെന്നും അവൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത ആഴമായി നമ്മുടെ ഉള്ളിൽ വരികയും ആ തലത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കിടക്കുവാൻ തക്ക തലത്തിലുള്ള വിശ്വാസമെന്ന പരിചയം എണ്ണിക്കൊണ്ട് രക്ഷയെന്ന ശിരസ്ത്രവും ധരിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി നാം സമർപ്പിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ വീഴാതെ കണ്ട് നമുക്ക് നിൽപ്പാനായിട്ട് കഴിയുകയുള്ളെന്നും നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ ആ നിത്യത നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും വീഴാതിരിപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് നാം ഓരോ ദിവസങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ ഉത്സാഹിക്കുക. അതിനായി നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും കൃപയിൽ നിന്നും വീണു പോകാതിരിക്കുവാൻ ഞങ്ങളെ തന്നെ നോക്കുവാൻ, ആ നിലകളിൽ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ നിലനിർത്തണം, നിത്യതയോളം നയിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.